പിണറായി സർക്കാരിൻ്റെ ആദ്യ ടേമിൽ ആരോഗ്യമന്ത്രിയൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ശൈലജ ടീച്ചർ വളരെയധികം ജനകീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു മഹിളാ നേതാവാണ് എന്നൊക്കെയുള്ള അംഗീകാരം അവർക്കുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തഴയാനുള്ള പരിശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള രണ്ടു കൂട്ടരും, ഇപ്പോൾ രണ്ടു കൂട്ടരും കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരേ മുന്നണിയുടെ പരസ്പര സഹകരണത്തോടെ നീങ്ങുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല. നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗൗരിയമ്മയെ പോലെ, സുശീല ഗോപാലനെ പോലെ. ഇപ്പോൾ നോക്കൂ, ശൈലജ ടീച്ചർ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ആദ്യ ടേമിൽ ആരോഗ്യമന്ത്രിയൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ശൈലജ ടീച്ചർ വളരെയധികം ജനകീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു മഹിളാ നേതാവാണ് എന്നൊക്കെയുള്ള അംഗീകാരം അവർക്കുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തഴയാനുള്ള പരിശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബഹുമാന്യനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല, അവരുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനത്തിനിടയിൽ ഈ വനിതാ സംവരണത്തെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കളുടെ പാർട്ടിയിൽ ഈ സംവരണ തത്വം പാലിക്കാത്തത്, എന്തുകൊണ്ടാണ് പാർട്ടിയുടെ പരമോന്നത സഭയിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യമില്ലാത്തത് എന്ന ചോദ്യത്തെ അദ്ദേഹം നേരിട്ടത് ഒരു മറുചോദ്യത്തിലൂടെയാണ്. അത് ശരി, അപ്പോൾ നിങ്ങൾ എൻ്റെ പാർട്ടിയെ തകർക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീ സമൂഹത്തെ പാർട്ടിയുടെ പരമോന്നത സഭയിലേക്ക് കൂടുതലായി ഉൾക്കൊള്ളുമ്പോൾ അത് പാർട്ടിയുടെ തകർച്ചയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനേകം സ്ത്രീ സഖാക്കളോട് കാണിച്ചൊരു വലിയ വെല്ലുവിളിയാണത്. അപ്പോൾ അവരുടെ സമീപനം അതാണ്. സ്വാഭാവികമായ പ്രതികരണം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് അത് വന്നപ്പോൾ അതവരുടെ നയവും നിലപാടും തന്നെയാണ് എന്ന് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഇനിയും ഭാവിയെക്കുറിച്ച് നമുക്ക് ഇവരുടെ ഇടയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അപ്പോൾ മണ്ഡല പുനർനിർണ്ണയമൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി എന്നാൽ ഇരിക്കട്ടെ, ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള ഒരു ധൈര്യം അവർ പ്രകടിപ്പിക്കുന്നില്ല. ധൈര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതിനേക്കാൾ അങ്ങനെ ഒരു അവസരം സ്ത്രീകൾക്ക് അവർ നൽകുന്നില്ല, അത് നിഷേധിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ, മത്സരരംഗത്തേക്ക് വരുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ തന്നെയും നേതാക്കന്മാരോ നമ്മുടെ നാടിനെ നയിക്കാൻ കഴിയുന്നവരോ ആയിട്ടുള്ള സ്ത്രീകളില്ലാത്തത് കൊണ്ടല്ല രണ്ടു കൂട്ടരും അതിന് മെനക്കെടാത്തത്. പക്ഷേ അവർ ചിന്തിക്കുകയാണ്, ഇവരൊക്കെ പറയാറുണ്ടല്ലോ പുരുഷാധിപത്യം എന്നൊക്കെ വാദോരാതെ സംസാരിക്കും. അവരുടെ വർഗബഹുജന സംഘടനകളിൽ, അവരുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സംഘടനകളിലൊക്കെ ഈ ഒരു വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊന്നും ഈ സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ അധികാരസ്ഥാനത്തേക്ക് ഉയർത്തുന്ന അവസരം അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്, ഒപ്പം പ്രതിഷേധാർഹവുമാണ്. അതിനൊക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാരതത്തിലുണ്ടാകും, മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.